ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവക സമൂഹങ്ങളൊക്കെയും കുഞ്ഞുമക്കളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലും ആഘോഷങ്ങളിലുമാണ്. കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ അൾത്താരയിലേക്ക് ദിവ്യകാരുണ്യ ഈശോ ആദ്യമായി കടന്നു വരുന്ന ഈ ദിനം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിനമാണ്. കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ അൾത്താരയിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ അവർ യാചിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും അവർക്ക് ലഭിക്കും. എന്ത് അനുഗ്രഹമാണ് ദിവ്യകാരുണ്യ ഈശോയോട് യാചിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾ കുഞ്ഞുമക്കളെ ഒരുക്കാറുണ്ട്. എന്നാൽ തങ്ങളുടെ ഹൃദയത്തിൻ്റെ അൾത്താരയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്ത് സമ്മാനമാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും നാമൊക്കെ ചിന്തിക്കാറില്ല. അതിനുവേണ്ടി കുഞ്ഞുമക്കളെ ഒരുക്കാറുമില്ല. കുഞ്ഞുങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിക് സാവിയോ തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവുമായി ബന്ധപ്പെട്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമ്മാനമായി നൽകാൻ 4 ആത്മീയ തീരുമാനങ്ങളാണ് എടുത്തത്. ഈ ആത്മീയ തീരുമാനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യത്തെ ആത്മീയ തീരുമാനം ഇപ്രകാരമായിരുന്നു: ഞാൻ കൂടെ അനുരഞ്ജന കുദാശ സ്വീകരിക്കുകയും കുമ്പസാരക്കാരൻ അനുവദിക്കുന്നത് പോലെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഈ അടങ്ങാത്ത സ്നേഹമാണ് കേവലം 14 വർഷം മാത്രം നീണ്ടുനിന്ന ഡൊമിനിക്കിൻ്റെ കൊച്ചു ജീവിതത്തെ വിശുദ്ധിയുടെ കൊടുമുടിയിൽ എത്തിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുഞ്ഞുമക്കൾ ദിവ്യകാരുണ്യ സ്വീകരണവുമായി ബന്ധപ്പെട്ട് 1 മാസം അതിനായി ഒരുങ്ങുകയും പരിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്യും. എന്നാൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം എന്തിനു വേണ്ടിയാണോ കഴിഞ്ഞ 1 മാസം അവർ ഒരുങ്ങിയത്, അതിന് ഒരു തുടർച്ച ലഭിക്കുന്ന തരത്തിൽ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനോ ദിവ്യകാരുണ്യം സ്വീകരിക്കാനോ പലരും താല്പര്യം കാട്ടാറില്ല. നിങ്ങളുടെ കുഞ്ഞുമക്കൾ ഏറ്റവും മികച്ച വ്യക്തിത്വത്തിനും സ്വഭാവത്തിനും ഉടമകളായി വളർന്നു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. അതിനുവേണ്ടി ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾ ഏറ്റവും മികച്ച വ്യക്തിത്വത്തിനും സ്വഭാവത്തിനും ഉടമകളായി വളർന്നു വരണമെങ്കിൽ എല്ലാറ്റിലും ഉപരിയായി ദിവ്യകാരുണ്യ ഈശോയെ കൂടെ കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. വിശുദ്ധ ഡൊമിനിക്ക് രണ്ടാമതായി എടുത്ത ആത്മീയ തീരുമാനം ഇപ്രകാരമായിരുന്നു: ഞാൻ ഞായറാഴ്ചകളും തിരുനാളുകളും വിശുദ്ധമായി ആചരിക്കും. നമ്മളൊക്കെ തിരുനാളുകൾ ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ഡൊമിനിക്കിനെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകൾ കേവലം ഭൗതികമായ ഒരു ആഘോഷം മാത്രമായിരുന്നില്ല. എല്ലാ തിരുനാളുകൾക്കും വേണ്ടി ഡൊമിനിക്ക് ആത്മീയമായി ഒരുങ്ങിയിരുന്നു. അങ്ങനെ ഈ തിരുനാളുകളൊക്കെ ഡൊമിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈശോയിൽ ആഴപ്പെടുന്നതിനുള്ള അവസരങ്ങളായിരുന്നു. ഡൊമിനിക്കിനെ പോലെ ഓരോ തിരുനാളുകൾക്ക് വേണ്ടിയും നമുക്ക് ആത്മീയമായി ഒരുങ്ങി ഈശോയിൽ ആഴപ്പെടുന്നതിനുള്ള മുഹൂർത്തങ്ങളാക്കി മാറ്റാം. ഡൊമിനിക്ക് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമ്മാനമായി നൽകാൻ എടുത്ത 3ാമത്തെ തീരുമാനം ഇപ്രകാരമായിരുന്നു: ദിവ്യകാരുണ്യ ഈശോയും പരിശുദ്ധ അമ്മയുമായിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. തൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ വേദനിപ്പിക്കുന്ന യാതൊരു പ്രവൃത്തിയും ഡൊമിനിക്ക് ചെയ്തിരുന്നില്ല. അമലോത്ഭവ മാതാവിനോട് ഡൊമിനിക്കിന് അതിയായ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ജീവിത വിശുദ്ധിക്ക് ചേരാത്ത ഒരു കാര്യവും ഡൊമിനിക്ക് ചെയ്തിരുന്നില്ല. ദിവ്യകാരുണ്യ ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഈ സൗഹൃദം ഒരു നാളും തനിക്ക് നഷ്ടപ്പെടുകയില്ലെന്ന അടിയുറച്ച വിശ്വാസം ഡൊമിനിക്കിന് ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യ ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഈ ഭക്തിയാണ് ഡൊമിനിക്കിലെ വിശുദ്ധനെ രൂപപ്പെടുത്തിയത്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നൽകാനായി ഡൊമിനിക്ക് എടുത്ത 4ാമത്തെ ആത്മീയ തീരുമാനം ഇപ്രകാരമായിരുന്നു: പാപത്തേക്കാൾ ഭേദം മരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം പാപത്തിനെതിരെയുള്ള ഒരു നിതാന്ത പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് മുന്നേറുന്നതിനുള്ള ആത്മീയ കരുത്ത് ലഭിക്കുന്നത് നമ്മുടെ ശാരീരികമായ കരുത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ സന്നിധനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നാണ്. ദിവ്യകാരുണ്യ ഈശോയെ കൂടെ സ്വീകരിക്കുമ്പോഴാണ് പാപത്തിനെതിരെ പോരാടുന്നതിനുള്ള ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കുന്നത്. ഡൊമിനിക്കിൻ്റെ വിശുദ്ധിയുടെ രഹസ്യവും തൻ്റെ ഹൃദയത്തിലേക്ക് നിരന്തരം കടന്നു വന്ന ദിവ്യകാരുണ്യ ഈശോയായിരുന്നു. സ്നേഹമുള്ളവരെ, ഡൊമിനിക്കിനെ പോലെ
കൂടെ അനുരഞ്ജന കൂദാശ സ്വീകരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിൻ്റെ അൾത്താരയിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. എല്ലാ തിരുനാളുകളിലും ആത്മീയമായി ഒരുങ്ങിക്കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയിൽ ആഴപ്പെടുന്നതിനുള്ള അവസരങ്ങളാക്കി മാറ്റാം. ദിവ്യകാരുണ്യ ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഒരു ആഴമേറിയ സൗഹൃദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാപത്തേക്കാൾ ഭേദം മരണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ വിശ്വാസയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ വിശുദ്ധ ഡൊമിനിക്കിനെ പോലെ അനുദിന വിശുദ്ധിയിൽ വളരാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.